സുൽജിത് സാറിൻ്റെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ ആ പേരിനെ അർത്ഥവത്താക്കുന്ന നല്ല നല്ല ഫിലിമായിരുന്നു. നല്ല സന്ദേശം കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാം നന്നായിരുന്നു. നല്ല സിനിമ, നല്ല സൂപ്പർ സിനിമ, നല്ലൊരു ഹ്രസ്വചിത്രമാണ്. നമ്മുടെ സുൽജിത് സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കുട്ടികൾ വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ അധ്യാപകരും അനധ്യാപകരായിട്ടുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. വളരെ ചിത്രമാണ്. വെളിച്ചത്തിലേക്ക് എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. നന്നായിരുന്നു. നല്ല അഭിനയമായിരുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. എന്താണ് അഭിപ്രായം? നന്നായിരുന്നു. എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ട് നല്ല സിനിമയായിരുന്നു. നന്നായിരുന്നു. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്ന ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും എല്ലാ ആശംസകളും. വെളിച്ചത്തിലേക്ക് എന്ന ഷോർട്ട് ഫിലിം വളരെ നന്നായിരുന്നു. നല്ലൊരു സന്ദേശമാണ് സാറ് ഈ ഫിലിമിലൂടെ കൈമാറിയത്. വളരെ നല്ല ഷോർട്ട് ഫിലിമായിരുന്നു. അതിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും അഭിനയമൊക്കെ എടുത്തു പറയേണ്ടതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ ആ ഒരു കുഞ്ഞ് മദ്യപാനായി അഭിനയിക്കുന്ന ആ സാറ്, പിന്നെ അതുപോലെ തന്നെ ആ ടീച്ചർ ഒക്കെ വളരെ വളരെ സൂപ്പറായിരുന്നു. വളരെ നല്ല ഷോർട്ട് ഫിലിമായിരുന്നു. ഒരു നല്ല ഗുണപാഠമാണ്. ഇനി തുടർച്ച ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. വളരെയധികം സന്തോഷമുണ്ട് സുൽജിത്തിൻ്റെ ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക്. കാരണം ഇത് ഒരു അമച്ചർ സംവിധായകനാണെന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആണെന്നോ ഉള്ള ലെവലിലേക്കല്ല നമ്മളിതിനെ കാണുന്നത്. വളരെ ഒരു പ്രൊഫഷണൽ ടച്ചപ്പിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ നീളം കുറച്ചുകൂടെ കൂട്ടി ഒരു മുഴുനീള സിനിമയാക്കിയൊക്കെ മാറ്റാവുന്ന ഒരു സ്കൂളിലെ സംഭവങ്ങൾ, കുട്ടികളിലുണ്ടാകുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളിൽ അധ്യാപകൻ ഇടപെടുന്നത്, ഇതൊക്കെ വളരെ സ്വാധീനിക്കുന്ന, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സമൂഹത്തെ ഒന്നാകെ സ്വാധീനിക്കുന്ന ഒരു സിനിമയാണ്. വളരെ നന്നായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും സൂപ്പറായിട്ട് നന്നായിരുന്നു. നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പ്രതീക്ഷയ്ക്കും അപ്പുറം നമ്മളെ സ്കൂളിൻ്റെ അഭിമാനം തന്നെയാണ് സുൽജിത് സാർ. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. നാവായക്കുളം സ്കൂളിന്റെ അഭിമാനമായിട്ടിരിക്കുകയാണ് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും. വളരെ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയുള്ളൂ. അതെ. ഇതെന്റെ മോൻ, ഇതെന്റെ സിനിമയുടെ മോൻ, ഇതെന്റെ സ്കൂളിലെ മോൻ. സൂപ്പറായിരുന്നു അച്ഛൻ. വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും. ഇനിയും ഇതേപോലെ സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ വളരെ നല്ലൊരു കഥയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മുടെ ഈ സമകാലികമായി നമ്മുടെ പിന്നെ സമൂഹത്തിൽ നിരവധി കുടുംബങ്ങളിൽ പിന്നെ നടന്നു വരുന്ന ഒരു വിഷയമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സുൽജിത് സാറിനും ഇതിൽ അഭിനയിച്ച നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, മറ്റേ അധ്യാപകർ, എല്ലാവർക്കും SMC വൈസ് ചെയർമാൻ എന്നുള്ളതിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല ഷോർട്ട് ഫിലിമുകളും അല്ലാതെയൊക്കെ ചെയ്യാൻ സാറിനും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവർക്കൊക്കെ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ അറിയിക്കും. നല്ല രസമുണ്ടായിരുന്നു. നന്നായിരുന്നു. പ്രതീക്ഷിച്ചതിലും കൊള്ളായിരുന്നു. അഭിനയിക്കാനൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് അഭിനയിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു സിനിമ. ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നു. നമ്മുടെ കുഞ്ഞു കൂട്ടുകാരെയും കൂടെ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കണ്ടോ? ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു.
നമ്മുടെ നാവായിക്കുളം സ്കൂളിലെ അധ്യാപകരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. എല്ലാ അഭിനേതാക്കളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. എന്താ ഒരു ടീച്ചർ അഭിനയിച്ച നമ്മുടെ ഏത് സ്കൂളിലെ ടീച്ചർമാരാണ്? നമ്മുടെ ടീച്ചർമാരെല്ലാവരും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെയാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എല്ലാവർക്കും ഒന്ന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? എല്ലാവരും ഉണ്ട്. ഓക്കെ, ഞാനും ഉണ്ടാവും. ഹലോ, ഡ്രൈവർ നീങ്ങോട്ട് നോക്കണം. ഹലോ ഡ്രൈവർ, ഹലോ. എന്താണ്? അടിപൊളി. ഇതുപോലുള്ള നല്ല ചിത്രങ്ങൾ അഭിനയിക്കാൻ തോന്നുന്നുണ്ടോ? എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടിറങ്ങിയ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. പിന്നെ സുർജിത് സാറിന്റെ അഭിനയം ആയതുകൊണ്ട് കുറച്ചുകൂടി നല്ലതാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. അടിപൊളി പടമായിരുന്നു. അടിപൊളി. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചത്തിലേക്കെന്ന സ്കൂൾ സിനിമ കണ്ട് ഇറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ തേടിയത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എന്താണ് പറയുന്നത്? സിനിമ കണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. നല്ല സന്ദേശമാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് തീർന്നു പോയി. ശരിക്കും എനിക്ക് അങ്ങനെയാണ്. എന്താണ് പറയുന്നത്? നല്ല അഭിപ്രായമായിരുന്നു. അല്ല, അമ്മ സംസാരിക്കും. നല്ല അഭിപ്രായം. നല്ല സിനിമയായിരുന്നു. ഇതേക്കൂട്ട് നല്ലൊരു മെസ്സേജാണ് സിനിമയിൽ കൂടി തന്നത്. വളരെയധികം എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. എനിക്ക് അനന്യ എന്നാണ് എൻ്റെ പേര്. ഞാൻ BSW പഠിക്കുകയാണ്, സോഷ്യൽ വർക്ക്. നല്ല സിനിമയാണ്. എൻ്റെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ രംഗത്ത്. അമ്മ ഷോ കാണാൻ പോയത്. അഭിനയിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അഭിനയിക്കാൻ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. സാറേ, നമ്മുടെ സംവിധായകൻ വളരെ തിരക്കിലാണ്. എന്നാലും ഒരു 2 മിനിറ്റ് നമുക്ക് തരുമെന്നാണ് തോന്നുന്നത്. സാറേ ആദ്യമായിട്ട് എൻ്റെ സംവിധായകനോട് ആദ്യമായിട്ട് എനിക്കൊരു വലിയ പ്രതിഷേധമാണ് പറയാനുള്ളത്. കാരണം പെട്ടെന്ന് നിർത്തി കളഞ്ഞു. ഭയങ്കര നമുക്കിത് കുട്ടികളുടെ ഒരു ഷോർട്ട് സിനിമയല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഭയങ്കര, കാരണം നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് സാർ അവിടെ പോയിട്ട് നമുക്കൊരു മോഹം. താങ്ക് യു. അതൊരു ഭയങ്കര നല്ല വാക്കുകൾ. എൻ്റെ ഒരു വലിയ വിജയമാണ്. ഇതെനിക്ക് വലിയൊരു റോക്കറ്റ് വേഗത്തിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ ഇന്ധനമാണ്, പ്രചോദനമാണ് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. എല്ലാവരും ഇതിന്റെ അടുത്ത ഭാഗം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ മനസ്സിലൊരു വിങ്ങൽ സമ്മാനിച്ചു. ഈ ചിത്രത്തിൽ അഭിനയിച്ചവരും സാറിന്റെ കഥയും സാറിന്റെ ആ ഒരു ഭാവങ്ങൾ പോലും നമുക്കൊരു വലിയ ഒരു വിങ്ങൽ സംസാരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തി. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും നല്ല വാക്ക് പ്രോത്സാഹനം ആണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അടുത്തതിന് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ തീർച്ചയായിട്ടും തുടർച്ച ഉണ്ടാകും. നമുക്ക് കുറച്ച് നല്ല കുട്ടികളായിട്ടുള്ള ആക്ടേഴ്സിനെ അതേപോലെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു. ടീച്ചർമാർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അഭിനയിക്കണമെന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും അവസരം കൊടുക്കുക. തീർച്ചയായിട്ടും അവസരം കൊടുക്കുക. നമ്മളെ കുട്ടികളെ പല പല പരിപാടികളിൽ നിന്നാണ്, പല പല കലാപരിപാടികളിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ കഴിവ് തെളിയിക്കാനുള്ള എല്ലാ അവസരവും നമ്മുടെ നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. അത്തരം അവസരങ്ങളിൽ പഠന പ്രവർത്തനമായാലും ക്ലാസ് തല, സ്കൂൾ തല എല്ലാ പ്രവർത്തനങ്ങളിലും നിന്ന് കുട്ടികളെ കഴിവുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ ഒരു സ്ക്രീനിങ്ങും ഇല്ലാതെ തന്നെ നേരെ ഇതിലേക്ക് കുട്ടികളെ ക്ഷണിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു വലിയ വിജയമാണെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു വളരെയധികം സന്തോഷം. കാര്യം വന്ന ഹൗസ്ഫുള്ളായിരുന്നു. ഇപ്പോൾ ഒരു ഷോ കൂടെ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. റിവീൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതിനെൻ്റെ കൂട്ടായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ക്യാമറാമാൻ സിബിൻ, അതേപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ശ്യാം, പിന്നെ നമ്മുടെ കൂടെ വന്ന എല്ലാ ടീച്ചേഴ്സും. ഒരു ടീം വർക്കാണ്, ഒരാളിൻ്റെ കഴിവല്ല. എല്ലാ അംഗങ്ങളോട് ചേർന്നുള്ള ടീം വർക്കാണ് ഇതിനെ ഉന്നതിയിലെത്തിച്ചത്. എന്തായാലും ഒരിക്കൽ കൂടി താങ്ക്സ്. കാണാൻ വന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ തുടിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു പ്രോത്സാഹനം എൻ്റെ ഹൃദയത്തിൽ പൊടി തട്ടി എന്നും വയ്ക്കുന്ന ഒരു പുസ്തകം പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഷെൽഫിലുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ചാനലുകാർക്കും, ഹിറ്റ് മീഡിയയ്ക്ക്, അതുപോലെ തന്നെ മറ്റ് ചാനൽ കല്ലമ്പലം മീഡിയ, ഭാരത് വിഷൻ, സമുദ്ര വിഷൻ, വിസ്മയ, എല്ലാ ചാനലുകാരും കൂടിയാണ് ഈ നിലയിൽ ഇതിനെ എത്തിച്ചത്. ചാനലില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു. നല്ല ബൈറ്റ് എടുത്തു. പ്രത്യേകിച്ച് ഹിറ്റ് മീഡിയയ്ക്ക് ഒരു നന്ദി. നല്ല രീതിയിൽ ബൈറ്റെടുത്ത് ഇത് കൊടുക്കുന്നു. കുട്ടികളെയൊക്കെ അവതാരകരാക്കിയാണ് ഇതെടുത്തത്. ഒരിക്കൽ കൂടി നന്ദി. എല്ലാ ചാനലിനും നന്ദി.
നമ്മുടെ ചിത്രത്തിന്റെ സംവിധായകനും നമ്മുടെ കല്ലമ്പലം സ്വദേശിയും നമ്മുടെ കല്ലമ്പലത്തിന് അഭിമാനവുമായ സുൽജിത്ത് സാറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അപ്പോൾ ഞങ്ങൾ നിരവധി വാർത്തകൾ ചെയ്തിരുന്നു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക നന്ദിയും സാറ് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളത് അല്ല, വളരെ നല്ല സിനിമയായിരുന്നു. പരിമിതികൾക്കുള്ളിൽ നിന്ന് സുൽജിത്ത് വന്നു. എന്റെ പേര് ലക്ഷ്മി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ തട്ടത്തോല സ്കൂളിൽ നിന്ന് എച്ചമായിട്ട് റിട്ടയർ ചെയ്തു. ഷോർട്ട് ഫിലിമാണ് സാർ ചെയ്തത്. ഒരുപാട് സന്ദേശങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടർച്ച വേണമെന്നായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം കൂടെയുണ്ട്. എല്ലാവർക്കും ആ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള കഥാപാത്രങ്ങളെ ഓരോരുത്തരെയും എടുത്തു കഴിഞ്ഞാല് വളരെ നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട്, എല്ലാവരും നന്നായിട്ടായിരുന്നു. അതിലെ പിന്നെ ആ അപ്പൂപ്പനായിട്ട് അഭിനയിച്ച സാറ്, പിന്നെ അതുപോലെ തന്നെ മദ്യപാനായിട്ട് അഭിനയിച്ച സാറ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ അമ്മയായിട്ട്. സാറ് അല്ല, നിങ്ങള് ഇതിന്റെ ഒരു വിധികർത്താവായിട്ട് ഇരിക്കണമെങ്കിൽ നല്ല അഭിനേതാവായിട്ട് ആർക്ക് കൊടുക്കുമായിരുന്നു? കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർച്ചന ടീച്ചറിന് എന്തായാലും കൊടുക്കുമായിരുന്നു. അമ്മയായിട്ട്, കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു. തീർച്ചയായിട്ടും ടീച്ചറിന്റെ അഭിനയം കണ്ടാൽ ചിലപ്പോൾ സിനിമയിൽ പോലും ചാൻസ് ലഭിച്ചേക്കും. അതെ അതെ അതെ. നേരത്തെ ഞങ്ങൾ ഞെക്കാട് സ്കൂളിലെ അധ്യാപകരാണ്. അപ്പോൾ ഞങ്ങളെ കൂടെയാണ് ടീച്ചർ ഞങ്ങളെ സ്കൂളിലാണ്. അതുപോലെ തന്നെ ഈ സാറ് നമ്മുടെ സ്കൂളിലായിരുന്നു. ഒരു നല്ല ടീം അതിനകത്ത് നമ്മുടെ സ്കൂളിനകത്ത് ഉണ്ട്. അപ്പൊ നേരത്തെ തന്നെ പലതും ഇതുപോലെ സാർ അവിടെ ഇരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വളരെ കോവിഡ് കാലത്തും ഒക്കെ. അപ്പോൾ അതൊക്കെ വളരെ അധികം പിന്നെ പോപ്പുലറായി എന്ന് തന്നെ പറയാം സ്കൂളുകൾക്കിടയിൽ, അധ്യാപകർക്കിടയിലൊക്കെ. നല്ലൊരു ഒരു മെസ്സേജും കൂടെ മെസ്സേജുണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒരു അധ്യാപകൻ പെട്ടെന്ന് തീർന്നു പോയി. ഞാൻ സിറ്റി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രം സിറ്റി സ്കൂൾ. ഈ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷവും അതിനേക്കാൾ ഉപരി നമുക്കൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി വരുന്ന സമയത്തായാലും നമ്മൾ വഴിനീളെ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെല്ലാം ഇത് കിടക്കുന്നുണ്ട്, ഓരോ കുട്ടികളുടെയും. അപ്പോൾ ആ സിനിമയിൽ ഒരു സീനുണ്ട്, സാറ് ഞെട്ടി എണീക്കുന്ന ആ ഒരു സീൻ. അത് വളരെയധികം ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധ്യാപകരിലും കാണുന്ന ഒരു കാഴ്ച കൂടിയാണ്. കാരണം ആ ഒരു കുട്ടികളുടെ സങ്കടമായാലും എല്ലാം മനസ്സിനിട്ടുകൊണ്ട് നമ്മൾ നടക്കുന്നു. അതിനിടയ്ക്ക് കണ്ടന്റ് ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരുപാട് സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങളെ പഠിപ്പിച്ച ഡിഗ്രിക്ക് ഞങ്ങളെ പഠിപ്പിച്ച സാറാണ് സുൽജിത്ത് സാറ്. അപ്പോൾ സാറിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ടത് നല്ലൊരു അനുഭവമായിരുന്നു. നല്ല സിനിമയാണ്. ഈ അച്ഛനോട് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിച്ചു. ആർക്കായിരിക്കും നല്ല ഒരു വിധികർത്താവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതിൽ അഭിനയിച്ച ആർക്കായിരിക്കും ആക്ടർ? ആ ഒരു കൊച്ചു പയ്യൻ 8ാം ക്ലാസ്സിലെ വഴിയാത്ര എന്ന് പറയുന്ന ആ പാഠം വായിച്ചുകൊണ്ടിരുന്ന ആ പയ്യൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം അവന്റെ ആ ഒരു അഭിനയമല്ല, അവന്റെ നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് അത് മാത്രമല്ല, ആ ഒരു വാനിനകത്ത് കയറിയിട്ടിരിക്കുന്ന സമയത്ത് അമ്മ മുഖത്ത് പിടിക്കുമ്പോഴൊക്കെയുള്ള അവന്റെ ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും മൊത്തത്തില് സാറിന്റെ ക്ഷണം സ്വീകരിച്ച് വരാനും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നെഗറ്റീവും ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. നല്ലൊരു സിനിമയായിരുന്നു. നല്ല മനസ്സൊക്കെ നിറഞ്ഞു അതിനകത്ത് നിറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഹിറ്റ് മീഡിയ ന്യൂസിന്റെ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.